പുതിയകോട്ട മഹാമുറൂസ് ഏപ്രിൽ 9 മുതൽ 13 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മഹാമുറൂസ് ഏപ്രിൽ 9 മുതൽ 13 വരെ തീയതികളായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 9 വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് OP അബ്ദുള്ള സഖാഫി ഉദ്ഘാടനം ചെയ്യും. ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മഹാമുറൂസ് ഹസ്രത്ത് ഫഖീർ തഖീ വലിയുള്ളാഹി തങ്ങളുടെ പേരിൽ 2 വർഷത്തിൽ നടത്തിവരാറുള്ള ഉറൂസാണ് ഈ ഏപ്രിൽ മാസം 8-ാം തീയതി മുതൽ 13 വരെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് 8-ാം തീയതിയുടെ പരിപാടി ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് 9-ാം തീയതിയിലേക്ക് മാറ്റിയ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ, പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾ അവർ വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രവാസികൾ അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം നാട്ടിലേക്ക് അയച്ച് കുടുംബം പുലർത്തുന്ന ഒരു പ്രവണതയാണ്. സത്യം പറഞ്ഞെങ്കിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ട് നമ്മളെ അവർ അറിയിക്കുന്നില്ല. അനസ് അമാനി പുഷ്പഗിരി മോട്ടിവേഷൻ ക്ലാസ് നടത്തും. സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. 10 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. അനസ് ബാഗവി കൊല്ലം മതപ്രഭാഷണം നടത്തും. 11 ശനിയാഴ്ച പുനർനിർമ്മിച്ച പുതിയകോട്ട മസ്ജിദ് സയ്യിദ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. EP അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം മതപ്രഭാഷണം നടത്തും. 12 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ജ്യോതി ഡേവിസ് ഡയബറ്റീസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടക്കും. രാത്രി 8 മണിക്ക് സമാപന സമ്മേളനം അബ്ദുൾ അസീസ് ലത്തീഫി ഉദ്ഘാടനം ചെയ്യും. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് മതപ്രഭാഷണം നടത്തും. ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. 13 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മൗലിദ് പാരായണം, വൈകിട്ട് 4 മണിക്ക് അന്നദാനവും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി പള്ളിവളപ്പിൽ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹംസ പുതിയകോട്ട, ജോയിന്റ് സെക്രട്ടറി കരീം കുശാൽ നഗർ, സ്വാഗത സംഘം ചെയർമാൻ ഹനീഫ കുവൈറ്റ്, ജനറൽ കൺവീനർ BA റഫീഖ്, ട്രഷറർ അജ്വ ബഷീർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.